റെഡി ആയില്ലേ? ഓ മൈ ഗോഡ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഒരു രക്ഷയില്ല. സെയിം ടു സെയിം. Almost. Nice. Beautiful Polki jewelry by Joya Lucas, world's favorite jeweler. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രവാസികൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട റാന്നി സ്വദേശികൾക്കാണ് അമേരിക്കയിലെ പ്രവാസി സംഘടനയായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ വീട് നിർമ്മിച്ചു നൽകിയത്. അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ കേരളത്തിലെ പ്രളയബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന 2 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം റാന്നിയിലെ അങ്ങാടി ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വിഷ്ണുകുമാർ മാതനംകോട്ടു ചെറുകുളഞ്ഞി, ഓമന ജോയി തേക്കാട്ടിൽ വീട് എന്നീ 2 കുടുംബങ്ങൾക്കാണ് പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം കർമ്മം നടത്തിയത്. 2 ബെഡ്റൂം, ബാത്റൂം, ലിവിംഗ് റൂം, കിച്ചൺ, സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളുള്ള വീട് വളരെ മനോഹരമായി പണി പൂർത്തീകരിച്ചാണ് 2 കുടുംബങ്ങൾക്കും നൽകിയത്. വിഷ്ണുകുമാറിന്റെ വീടിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റാന്നി MLA രാജു എബ്രഹാം നിർവഹിച്ചു. ഓമന ജോയുടെ വീടിന്റെ ഉദ്ഘാടനം അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് കുര്യാക്കോസ് നിർവഹിച്ചു. ഈ 2 വീടുകളുടെയും നിർമ്മാണത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തത് മുൻ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ന്യൂയോർക്ക് PS ശശികുമാർ IFS ആണ്. തുടർന്ന് നടന്ന പബ്ലിക് മീറ്റിംഗിൽ അനൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. PS ശശികുമാർ IFSനെ ശിലാഫലകവും പൊന്നാടയും നൽകി ആദരിച്ചു. സജി കൊട്ടാരക്കര, കോൺട്രാക്ടർ S ജോസ് എന്നിവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. യോഹന്നാൻ ശങ്കരത്തിൽ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അനൂസ് കറിയ ചാരിറ്റി ചെയർമാൻ എന്നിവരെ റാന്നിയിലെ പ്രമുഖ വ്യക്തികൾ പൊന്നാടയിട്ട് ആദരിച്ചു. മലയാളി അസോസിയേഷൻ ഓഫ് ഫിലഡൽഫിയ പ്രസിഡന്റ് ചെറിയാൻ കോശി, ജനറൽ സെക്രട്ടറി തോമസ് ചാണ്ടി, ട്രഷറർ ശ്രീജിത്ത് കോമത്ത്, ഷാലു പുനൂസ്, തോമസൻ ജോർജ്, ജോൺസൺ മാത്യു, ഏലിയാസ് പോൾ, ബാബു കെ തോമസ് കമ്മിറ്റി മെമ്പേഴ്സിനെയും റാന്നി നിവാസികളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടു കൂടി യോഗം സമാപിച്ചു. നമ്മളെല്ലാവരും കൂടി ഇവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാട് മാറ്റി. ഓണ സമയത്ത് ഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രളയബാധിതയിൽപ്പെട്ട 2 കുടുംബങ്ങൾക്ക് റാന്നിയിൽ വീട് വെച്ച് കൊടുക്കുവാനെ കൊണ്ട് തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ നമുക്ക് കമ്മിറ്റിയായിട്ട് തീരുമാനിച്ച ഒരു വീടിന് പകരം 2 വീട് നിർമ്മിച്ച് തരുവാനെ കൊണ്ട് സാധിക്കും വിധത്തിൽ നമുക്ക് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള സൺട്രാക്ക് എന്ന് പറയുന്ന കമ്പനിയും നമ്മളോട് ഒത്തുചേർന്ന് 2 വീട് റാന്നിയിൽ പണിയിച്ച് തീർക്കുവാനെ കൊണ്ട് നമുക്ക് സാധിച്ചു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ വീട് പണി പൂർത്തിയാകും വിധം ഇതിനകത്തിൽ ഒരുപാട് പ്രയത്നങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾക്ക് മാപ്പിൻ്റെ ഒരു ബിൽഡിംഗ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. അതിനകത്തിൽ അതിൻ്റെ ചെയർമാനായിട്ട് മിസ്റ്റർ യോഹന്നാൻ ശങ്കരത്തിൽ ഇന്നിവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ള തോമസൻ ജോർജ്, ജോൺസൺ മാത്യു, ഏലിയാസ് പോൾ, ഷാലു പുനൂസ്, തോമസ് ചാണ്ടി എന്നിവരടങ്ങിയ
ഒരു കമ്മിറ്റിയും അതുപോലെ തന്നെ 2019 ചെറിയാൻ കോശി, ശ്രീജിത്ത് കോമത്ത് എന്നിവരുൾപ്പെടെ 2018-2019 കമ്മിറ്റി തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മൾ പണി തീർത്തു കൊടുത്ത 2 ഭവനങ്ങളുടെ താക്കോൽദാനം ആണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ മാപ്പ് സംബന്ധിച്ചോളം ഇന്ന് ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുള്ളൊരു ദിവസമാണ് ഇന്ന് റാന്നിയിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന 2 വീട് നഷ്ടപ്പെട്ട 2 കുടുംബങ്ങൾക്കുള്ള 2 വീടുകൾ പൂർണ്ണമാക്കിക്കൊണ്ട് ഇന്ന് താക്കോൽദാന കർമ്മം നടന്നു. മാപ്പ് എന്ന സംഘടനയുടെ സുവർണ്ണ ലിപികൾ എഴുതി വെക്കാവുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാപ്പ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടും അതിൻ്റെ ചാരിറ്റി ചെയർമാനായിട്ടും പ്രവർത്തിച്ച അനുസ്കറിയയുടെ പ്രവർത്തനമാണ് ഇതിന് സാക്ഷാത്കാരത്തിന് ഇടയായത്. അനുവിനെ പ്രത്യേകമായിട്ട് സംഘടന അഭിനന്ദിക്കുന്നു. എനിക്കും ഇതിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലും അമേരിക്കയിലും പല ആളുകൾ ഇതിനെ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്യങ്ങളും പല കാര്യങ്ങളും ചെയ്തു തന്ന സജി കൊട്ടാരക്കരയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ PS ശശികുമാർ IFS, അങ്ങനെ ഇവിടെയുള്ള പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് Motel Silks, now at Tiruvalla. Tiruvalla will change. മെട്രോ TV ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും. പത്തനംതിട്ട metro tvlive.com.